ഹലോ ഗൈസ്, ശ്രീ ഹിയർ. ഷവമി 15. ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഇങ്ങനെ സൂപ്പർബ് ഫോൺ, അടിപൊളി ബാറ്ററി ലൈഫ്, കിണ്ണം ഡിസ്പ്ലേ, പെർഫോമൻസ് ചെക്ക്, എല്ലാ രീതിയിലും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ഫോൺ. പക്ഷെ ഒരു സ്ഥലത്തുണ്ട്, ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴോ ഒരു സെഗ്മെൻറ്റിൽ നിന്നോ ഇതെന്നെ ലെറ്റ് ഡൗൺ ചെയ്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഓവറോൾ സൂപ്പർ ഫോൺ. ആദ്യമേ നമുക്ക് ഡിസൈനിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷവമി തൊട്ട് എന്നെ വിളിക്കുന്ന ഓൾറൗണ്ട് ഫ്ലൂയിഡ് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞൊരു ഫാൻസി പേര് എടുത്തിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഷവമി 14 ഡിസൈൻ എടുത്തിട്ട് അതിനെ ഇച്ചിരി കൂടെ ഒന്ന് മിനുക്കി, ഇച്ചിരി കൂടെ കൊത്തിയൊന്ന് ഇച്ചിരി കൂടെ മെനയാക്കി, ഒരു എസ്തെറ്റിക് വ്യൂ പോയിന്റിൽ നിന്നും അതേപോലെ തന്നെ ഒരു ഹാൻഡ് ഫ്രണ്ട്ലി, നമുക്ക് ഇച്ചിരി കൂടെ കയ്യിൽ ഉപയോഗിക്കാനും എർഗണോമിക് വ്യൂ പോയിന്റിൽ നിന്നും ഇച്ചിരി കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ആ സൈഡിലുള്ള അലുമിനിയം റെയിൽസൊക്കെ ഇച്ചിരി കർവച്ചറൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഓൾ അറൗണ്ട് കയ്യിൽ പിടിക്കാനും ഇൻ ഹാൻഡ് ഫീലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർബ് ഡിസൈൻ, സൂപ്പർബ്, എനിക്കൊന്നും പറയില്ല. ഡിസൈൻ സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ നമുക്ക് ഡ്യൂറബിലിറ്റീനെ കുറിച്ച് പറയുമ്പം അടിപൊളിയായി. ഇവർ ടഫ് ആൻഡ് ആയിട്ടുള്ള അലുമിനിയമാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അത് ഗ്രേറ്റ്. അവർ പറയുന്ന കഴിഞ്ഞ വർഷത്തേക്ക് കാട്ടി ടൈംസ് ബെറ്റർ ആണ്. അതേപോലെ തന്നെ ഷവമി ഷീൽഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഗ്ലാസ് ടെക്നോളജിയും കൊണ്ടുവരുന്നത്. അതിനകത്ത് ഷവമി ക്ലെയിം ചെയ്തേക്കുന്നത് ഭയങ്കര ടഫാണ്, കിടിലാണ്, ഡ്യൂറബിൾ ആണെന്നൊക്കെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് ഡിസൈൻ ആസ്പെക്റ്റിൽ നിന്ന് എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. ഷവമി സൂപ്പർബായിട്ട് അവരുടെ സിഗ്നേച്ചർ ഡിസൈനിൽ തന്നെ ഇച്ചിരി മാർജിനൽ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്ന് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് IP68 പോലത്തെ സേഫ്റ്റി ആൻഡ് ഡസ്റ്റ് പ്രൂഫ്, വാട്ടർ റെസിസ്റ്റൻസോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ മൈൻഡ് സേഫ് ആണ്. സത്യം പറഞ്ഞാൽ ഡ്യൂറബിലിറ്റി, ഡിസൈൻ, സേഫ്റ്റി സ്റ്റാൻഡ് പോയിൽ നിന്നും എനിക്ക് ഈ ഫോൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഡിസൈൻ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് എടുക്കുന്നത് ആ ഫോൺ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴാണ്. സി ഗൈസ്, ദാറ്റ് ഡിസ്പ്ലേ, ആ ഒരു ബെസൽ ഭയങ്കര കുറവുള്ള ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 90% ആണ് ബെസൽ ടു സ്ക്രീൻ റേഷ്യോ എന്നോ അങ്ങനെ ഒരു റേഷ്യോ ഉണ്ടല്ലോ അത് പറയുന്നത്. ഓൾമോസ്റ്റ് ഭയങ്കര ടൈനി ബെസൽസ് ആണ്. അത് ഭയങ്കര യൂണിഫോമാണ്. ഇതെല്ലാം ഒരു 6.36 ഇഞ്ച് ഡിസ്പ്ലേ, ഒരു സ്മോൾ ഫോൺ, ഒരു കോമ്പാക്ട് ഡിവൈസിൽ ചെയ്തെന്ന് പറയുമ്പം ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടൊരു സാധനം തന്നെയാണ്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് ഡിസ്പ്ലേ, M9 കസ്റ്റം ഡിസ്പ്ലേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ 68 ബില്യൺ കളേഴ്സ് റീപ്രൊഡക്ഷനുള്ള ആക്യുറസിയും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. 3200 സ്പീക്ക് ബ്രൈറ്റ്നസ്, LTPO ടെക്നോളജി, 120 ഹേർട്സ്, മീഡിയ കൺസംഷനും ഗെയിം കളിക്കാനും എല്ലാം സൂപ്പർ ക്ലിയർ. എനിക്ക് എന്താ പറയുക, മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേനകത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതും അവരുടെ കൂടെ തന്നെ പിടിക്കുന്നുണ്ട്. കൂടെ തന്നെ അല്ല, ഓൾമോസ്റ്റ് ഈക്വലാണ്. നല്ലോണം വൈറ്റ്സ് ഒക്കെ കിഡിലായിട്ട് ട്യൂൺ ചെയ്തൊരു ഡിസ്പ്ലേ ആണ്. എന്തായാലും സിനിമ കാണാനും ഗെയിം കളിക്കാനും ഒക്കെ സൂപ്പർ. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല, കിഡിലം ഡിസ്പ്ലേ. പിന്നെ ഡിസ്പ്ലേനകത്ത് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഐ കംഫർട്ടിങ് ഫീച്ചേഴ്സ് ഇവർ രണ്ടുപേരും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നല്ലോണം ഡിമ്മാവുന്നതും, അതേപോലെ തന്നെ ഷവമി തന്നെ അവരുടെ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ മാജിക്കിൽ കൂടെ കറക്റ്റ് ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ ഇച്ചിരി കൂടെ എഫിഷ്യൻ്റ് ആക്കി രാത്രി ഉറക്കത്തിനെ ഒന്നും മെലറ്റോണിനൊന്നും എഫക്റ്റ് ചെയ്യാൻ പറ്റാതെ എന്തൊക്കെ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ടെക്നിക്കലി അത് ലോങ് ടേം യൂസേജിനൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. സോ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഞാൻ റെഡിലും കുറേ വായിച്ചു, അത് ശരിക്കും ഒരു ലിജിറ്റ് ടെക് ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് സോഫ്റ്റ്വെയർ മാജിക്കും ഗിമിക്കും ആണ് ബേസിക്കലി. എന്നാലും ഗുഡ് ടു ഹാവ്. ഡിസ്പ്ലേനെ കുറിച്ച് പറഞ്ഞാലും 10 out of 10 സൂപ്പർ ഡിസ്പ്ലേ, ഒരു കാര്യം പറയാനില്ല. പിന്നെ മീഡിയ കൺസപ്ഷനെ കുറിച്ച്, സ്പീക്കേഴ്സിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞാൽ അടിപൊളി സ്പീക്കേഴ്സ്. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ഐഫോണിൻ്റെ ലെവൽ ഓഫ് സ്പീക്കർ അല്ലേ ബാസോ അല്ലേ എന്താ പറയുക, ഒരു ഐഫോൺ ലെവൽ ഓഫ് സ്പീക്കർ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് തൊട്ട് താഴെ നിൽക്കുക. പക്ഷെ അതും ഷവമിയുടെ ഇൻബിൽട്ട് ആയുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ട്യൂൺ ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും. ഹാപ്റ്റിക്സിനെ കുറിച്ച് പറഞ്ഞാൽ പക്ക കില്ല ഹാപ്റ്റിക്സ്, സൂപ്പർ. എനിക്ക് ടോപ്പ് ഓഫ് ദ ലൈൻ ഹാപ്റ്റിക്സ് എന്ന് തന്നെ പറയുള്ളൂ. നമ്മുടെ ടാക്റ്റൈൽ ഫീഡ്ബാക്ക്, ഒരു വൈബ്രേഷനൊക്കെ കയ്യിൽ കിട്ടുന്നതും സൂപ്പറാണ്. നമ്മളുടെ ഫോൺ അത് MIUI എസ്പെഷ്യലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നതും അടിപൊളിയായിട്ടാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഇനി നമുക്ക് പെർഫോമൻസ് ആൻഡ് ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞതല്ലേ. സോ ഗൈസ്, നമുക്ക് പെർഫോമൻസിനെ ബാറ്ററി ലൈഫിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോകാം. ഇതിനകത്ത് എനിക്ക് ഒരുപാട് പറയാനൊന്നുമില്ല ഗൈസ്, സിംപ്ലി ബിക്കോസ് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ്, അഡ്രിനോ 830 GPU, അതേപോലെ ബേസിൽ 12GB റാം വരുന്നുണ്ട്. 12GBയും 16GB റാമും ഒക്കെ വരുന്നുണ്ട്. MIUI അത്യാവശ്യം നല്ലോണം ഒപ്റ്റിമൈസ്ഡ് ആണ്. ഈ ചിപ്പിൻ്റെ യൂട്ടിലൈസേഷനൊക്കെ സൂപ്പറാണ്. ഡേ ടു ഡേ യൂസേജിന് ഫോൺ വിളി, വാട്സപ്പ്, അമ്മാവന്മാരുടെ യൂസേജ്, എൻ്റെ യൂസേജ്, സാധാരണ ലൈറ്റ് യൂസർ അല്ലെ ഹെവി യൂസർ, അവർക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കേട്ടോ. കാരണം ദിസ് ചിപ്സെറ്റ് ഇസ് കേപ്പബിൾ. ഉറപ്പായിട്ടും പറയാം. എനിക്ക് പെർഫോമൻസിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കാനൊന്നും വേണ്ട, ഭയങ്കര കേപ്പബിളാണ്. അതേപോലെ നിങ്ങളൊരു ഹെവി അല്ലെ പവർ യൂസർ ആണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഗെയിമിങ്ങോ ഗെൻഷിൻ ഇമ്പാക്റ്റ് ആയിക്കോട്ടെ, ഞാൻ റിയൽ റേസിംഗ് ഒക്കെ കളിച്ച് നോക്കി, സൂപ്പറാണ്, ഒരു പ്രശ്നമില്ല. കുഞ്ഞു ഡിവൈസ് ആണെങ്കിൽ പൊതുവേ ഇങ്ങനത്തെ GPU ഇൻറ്റൻസീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നം വരാൻ പോകുന്നത് അതിൻ്റെ തെർമൽസാണ്, ചൂടാവുന്നത്. കാരണം ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഹീറ്റ് ഡിസിപ്പിയേറ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്തില്ല കേട്ടോ. അവർ ഇൻബിൾട്ടായിട്ട് ഷവമിയുടെ ബോക്സ് വരുന്ന കേസ് ഇട്ട് തന്നെ നമ്മൾ ഉപയോഗിച്ചാൽ അത്യാവശ്യം
ഒരു ഹീറ്റ് ചെറിയൊരു വോം ആവുന്നേ ഉള്ളൂ, അല്ലാതെ ഹീറ്റിംഗ് മേജർ കൺസേൺ ആയിട്ട് എൻ്റെ യൂസ് കേസിന് എനിക്ക് തോന്നിയിട്ടില്ല. എഗെയിൻ ഞാനൊരു ഭയങ്കര പവർ ഹെവി ഹംഗ്രി യൂസറൊന്നുമല്ല, ഞാൻ എല്ലാ ഇഞ്ച് ഓഫ് GPU CPU യൂട്ടിലൈസ് ചെയ്യുന്ന ആളൊന്നുമല്ല. സാധാരണ ഒരു യൂസ് കേസിന് ഒരു പ്രശ്നവുമില്ല. അതാ നിങ്ങൾ ഹെവി യൂസർ ആണെങ്കിൽ തന്നെ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും പെർഫോമൻസ് നിങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം 8 ഇൻറ്റേർണൽ ചിപ്സെറ്റും എല്ലാം അടിപൊളിയാണ്. പിന്നെ UFS 4.0 ആണ് സ്റ്റോറേജ്, 4.1 അല്ല. 4.1 ഈ പ്രൈസ് റേഞ്ചിന് വേറെ ഫോൺസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ വലിയൊരു ഡിഫറൻസ് ഇല്ല കേട്ടോ. ഇപ്പം UFS 4.1 അല്ല, 4.0 ആണെന്നേ ഉള്ളൂ. ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ് 5240 mAh. എനിക്കൊന്ന് ഷവമി അതിനകത്ത് ഓരോ mAh കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. വെരി ഗുഡ് ബാറ്ററി ലൈഫ്. ഒരു കോമ്പാക്ട് ഡിവൈസിന് പറ്റിയ ബാറ്ററി ലൈഫ് ആണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ലൈറ്റ് യൂസർ, എൻ്റെ ആണെങ്കിൽ ലൈറ്റ് യൂസറൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഫുൾ ടൈം വൈഫൈയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 7 hours സ്ക്രീൻ ഓൺ ടൈം ഒക്കെ കിട്ടും. അതേപോലെ നിങ്ങൾ ഔട്ട്ഡോർസൊക്കെ പോകുകയാണെങ്കിലും 5G എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളുടെ ബാറ്ററി ലൈഫ്. അഗൈൻ എനിക്ക് പറയാൻ പറ്റും 5250 mAh. അതേപോലെ തന്നെ LTPO ഉണ്ട്. അത്യാവശ്യം പവർ എഫിഷ്യൻ്റ് ആയിട്ടൊരു ചിപ്പ് സെറ്റാണ്. പിന്നെ ലൈറ്റ് കോമ്പാക്ട് സ്മാർട്ട് ഫോൺ ആയാലും നിങ്ങൾക്ക് നല്ല ബാറ്ററി ലൈഫ് കിട്ടും കേട്ടോ. ഈ സൈസിൽ നിങ്ങൾക്ക് ഒരു 6 to 7 hours അല്ലെ 5.5 to 7 hours ഒക്കെ ഇൻ ബിറ്റ്വീൻ കിട്ടും. ബാറ്ററി ലൈഫിൽ ഞാൻ ഭയങ്കര കണ്ടൻറ്റാണ്. 95% ഓഫ് ആൾക്കാരും ഭയങ്കര കണ്ടൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ പെട്ടെന്ന് ചാർജ് ആക്കാൻ 120 watt ഫാസ്റ്റ് ചാർജറൊക്കെ ബോക്സിനകത്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ സ്പീഡായുള്ള വയർലെസ് ചാർജിങ് ഒക്കെ ഈ ഫോൺ സപ്പോർട്ടഡാണ്. റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ഇവിടാണ് എനിക്ക് ഗ്രഡ്ജ് ഉള്ളത്. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഡിസൈൻ സൂപ്പറാണ്, ഡിസ്പ്ലേ സൂപ്പറാണ്, ബാറ്ററി ലൈഫ് സൂപ്പറാണ്, അതേപോലെ തന്നെ എന്താ പറയുക, ഇത്രയും പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. പക്ഷേ ക്യാമറയിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര ഐ എം നോട്ട് വെരി ഇംപ്രസ്ഡ്. ഞാൻ പറയാൻ പോകുന്ന ഇംപ്രസ്ഡ്. ഒന്നാമത്തെ സംഭവം ഷവമി 14 എന്ന് പറഞ്ഞ ഡിവൈസ് ഞാൻ ഭയങ്കര ഹൈപ്ഡ് ആയിട്ടാണ് ഉപയോഗിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഡിവൈസ് ഞാൻ അവരോട് റെക്കമെൻഡും ചെയ്തു. പക്ഷേ ഷവമി 15 വന്നപ്പം ഞാൻ ആ ഒരു ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നോട്ട് ലെറ്റ് ഡൗൺ. പക്ഷേ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡോ സർപ്രൈസ്ഡോ ആയിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യസന്ധമായ കാര്യം. ഒന്നാമത്തെ സംഭവം ഇവർ ഷവമി അവരുടെ കസ്റ്റമായുള്ള സെൻസർ ഉപയോഗിച്ചേക്കുന്നത്. ആൻഡ് എനിക്ക് ഐ വോണ്ട് ടു ഗിവ് യു ദ ഫീലിംഗ് ഓഫ് ഫോട്ടോസിനകത്ത് ഇത്ര വർഷം ഞാൻ റിവ്യൂ ചെയ്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സ്പെക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഫോട്ടോസിൻ്റെ ഒരു ഫീലിങ്ങും അവരൊരു ഔട്ട്പുട്ട് ക്വാളിറ്റിയും അതൊരു ഫീലിംഗ് ആയിട്ട് പറഞ്ഞു തരുന്ന ഏറ്റവും വാല്യൂ നിങ്ങൾക്ക് വരുന്നത്. എനിക്കിതിൻ്റെ സെൻസറും ഇവരുടെ പ്രോസസ്സിങ്ങും ആണ് ചെറിയൊരു ചൊറയായിട്ട് തോന്നി. സംഭവം എന്ന് വെച്ചാൽ ഡോണ്ട് ഗെറ്റ് മീൻ റോങ്, അടിപൊളി ക്യാമറ സിസ്റ്റം തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് അല്ലെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഇവരുടെ പ്രോസസ്സിങ് എപ്പോഴും ഒരു അണ്ടർ എക്സ്പോസ് ചെയ്ത് ഒരു ലൈഫ് കൊണ്ടുവരാത്തൊരു ഡിജിറ്റലി പ്രോസസ്ഡ് ഫോട്ടോ നമുക്ക് തോന്നും. അത് ജനറലി ഒരു 35K to 50 റേഞ്ചുള്ള മിക്ക ഫോൺസിനും ഇതുണ്ട്. പക്ഷേ ഈ ഫോണിന് ഞാനത് പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി ഷവമി 14 ക്യാമറ സിസ്റ്റം അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ എനിക്ക് ക്യാമറ സമ്മപ്പ് ചെയ്യാൻ പറ്റും. ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ല ലിറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ സൂപ്പറാണ്. അവരുടെ പ്രോസസ്സിങ് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എങ്ങനെയും ഒരു അണ്ടർ എക്സ്പോസ്ഡ് അത്യാവശ്യം നല്ലോണം HDR ഒക്കെ കൊണ്ടുവന്ന് ഒരു ഷാർപ്പ് ഡീറ്റെയിൽഡ് ഇമേജ് തന്നെയാണ് തരുന്നത്. അവർ ഒപ്റ്റിക്സിനെയൊന്നും ഞാൻ അവരോട് കുറ്റമൊന്നും പറയുന്നില്ല, നല്ലയാ. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു വിവോയിൽ നിന്ന് എടുക്കുന്നതോ അതോ സാംസങ്ങിൽ നിന്ന് എടുക്കുന്ന ഒരു ഐഫോണിൽ നിന്ന് എടുക്കുന്ന ഒരു ലൈഫ് ലൈക്ക് പഞ്ചി ഫീല് നിങ്ങൾക്ക് ഇതിൽ കിട്ടത്തില്ല. ആ ഒരു ഡിസ്റ്റിങ്വിഷിങ് ബാരിയർ എനിക്ക് പറയണമെന്ന് തോന്നി. ഷവമി 15 അൾട്ര എൻ്റെ ഒരു ഡിഫറെൻറ്റ് കേസാണെന്നാണ് ഞാൻ പറയുന്നത്. സൂപ്പറാണ്. കാരണം അവർ LYT സെൻസറാണ് ഉപയോഗിക്കുന്നത്. മേ ബി സെൻസറിനെയും പ്രോസസ്സിങ്ങും വെച്ചാൽ പൊതുവേ ഷവമി ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ അവർ പ്രോസസ്സിങ് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാറുണ്ട്. ഷവമി 14 അങ്ങനെ തന്നെ ഇവിടെ ആ കേസ് തന്നെ ആയിരിക്കും. വീഡിയോസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ സൂപ്പറാണ്. ഒരു രക്ഷയില്ലാത്ത വീഡിയോസ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. നമ്മൾ നാച്ചുറലി തന്നെ ഹയർ ആപ്പച്ചറിനുണ്ട്, ആ ചെറിയ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ ക്യാമറാസിനെ കുറിച്ച് ഒന്നും കൂടെ ഒരു ലാസ്റ്റ് വൺ ലൈനർ പറഞ്ഞുതരാം. ക്യാമറാസ് അടിപൊളിയാണ്, റെക്കമെൻഡബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സാധന ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടാത്തൊരു ക്യാമറ സിസ്റ്റം ആണോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ടാണ്. അതേപോലെ അൾട്രാ വൈഡ് എനിക്ക് ഒട്ടും അങ്ങോട്ട് ഇമ്പ്രസീവ് ആയിട്ടോ, ഞാനൊരു 35 to 40 റേഞ്ചിലുള്ള ഫോണിൻ്റെ ഒക്കെ ഫീലാണ് എനിക്ക് അടിച്ച്. സോ ഗൈസ്, ഇതാണ് നിങ്ങളുടെ ഷവമി 15 ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്നുള്ള വീഡിയോ. ഡയറക്റ്റ് മൈക്ക് ഇൻപുട്ടും എല്ലാം ഡയറക്റ്റ് ആണ്. സോ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷവമി 15 അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് ഫോൺ എങ്ങനെയാണെന്നൊക്കെ കയ്യിൽ ഫീലൊക്കെ ചെയ്യണമെങ്കിൽ ABC മൊബൈൽസ് പട്ടത്തേക്ക് പോയിക്കോ. അവരാണ് എനിക്ക് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു 1-2 ഡിവൈസും കൂടെ അഡീഷണലുണ്ട്. അവിടെ പോയി യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മാത്രം വാങ്ങിക്കുക. അൾട്രാവൈഡ് അത്ര ഡീറ്റെയിലൊന്നുമല്ല, അത്ര ഷാർപ്പൊന്നുമല്ല, പെട്ടെന്ന് നോയ്സ് കിട്ടും, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വന്ന്. ലോ ലൈറ്റ്സിലും ക്യാമറ ഭയങ്കര ഇമ്പ്രസീവ് ആണ്. ലോ ലൈറ്റ്സിലും ക്യാമറ ഭയങ്കരമായിട്ട് കളർ ആക്യുറേറ്റ് ആണ്. കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഷവമി അത്യാവശ്യം നല്ലോണം നൈൽ ഡൗൺ ചെയ്തു.
ഇവരുടെ പ്രോസസ്സിങ്ങിനകത്ത് ചെറുതായിട്ട് ആ ഒരു ലൈഫ് ലൈക്ക് പ്രോസസ്സിങ്, ആ വൈബ്രൻസിയും ആ അണ്ടർ എക്സ്പോസ്ഡ് ആയിട്ട് തോന്നിയ എനിക്കൊരു സംഭവമുണ്ട്. അതേപോലെ ചില സമയത്ത് ഓവർ എക്സ്ഡിയറും ആയി. അഗൈൻ ഇതെല്ലാം നിക്പിക്കാണ്. ഞാൻ ക്യാമറാസിൽ ഭയങ്കരമായിട്ട് കുറേ ചകിഞ്ഞിരുന്ന് കണ്ടുപിടിച്ചൊരു കുറ്റങ്ങളാണ്. ഒരു ഔട്ട് ഓഫ് 10 എൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 8 കൊടുക്കാൻ പറ്റും. കാരണം ആ 9s ആ ഒരു ബിഗ് ഫ്ലാഗ്ഷിപ്സിൻ്റെ അത്രയൊന്നും എത്തിയിട്ടില്ല എന്ന് പറയാനേ കാര്യമുള്ളൂ. അഗൈൻ ഈ പ്രൈസ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഈ പ്രൈസിന് ബെസ്റ്റ് ക്യാമറ ഇതല്ല, വേറെ ക്യാമറ സിസ്റ്റംസ് ഉണ്ട്. സോ നമുക്കിനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് MIUI അല്ല, സോറി, HyperOS. എൻ്റെ പൊന്നോ, HyperOS എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയാമല്ലോ, എനിക്കിപ്പോൾ ഇതിനെക്കാട്ടി റിലയബിൾ HyperOS. എൻ്റെ iPhone 16 ഒരു ബഗ് പെരുമഴ. എനിക്ക് മാത്രമാണോയെന്ന് എനിക്കറിയത്തില്ല, ഒരുപാട് ബഗ് ഉണ്ട്. പക്ഷേ HyperOS ഉപയോഗിച്ചപ്പോൾ എനിക്ക് ബഗ് ഒന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര റിഫൈൻഡ് ആയിട്ട് ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് ഒരു UI ആണ് HyperOS. അതേപോലെ തന്നെ അത്യാവശ്യം അനിമേഷൻ ഹെവിയാണ്. അവരുടെ ലോഞ്ചർ ഒരു സ്കിന്നുണ്ടല്ലോ, അത് ഇച്ചിരി ഹെവി ആയിട്ടുള്ളതാണ്. പക്ഷെ എന്നാലും വെൽ ബാലൻസ്ഡ്, വെൽ ട്യൂൺഡ്. എനിക്കൊന്ന് ചൈനീസ് സ്മാർട്ട് ഫോൺ ഓഫേഴ്സിൽ നിന്ന് ഏറ്റവും നല്ല UI ഉള്ളൊന്ന് HyperOS ആണ്. ഭയങ്കര അത്യാവശ്യം റിഫൈൻഡ് ആണ്, യൂസ് ചെയ്യാനും എസ്തെറ്റിക്കലി ആണെങ്കിലും എല്ലാം രസമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഇവരുടെ ചെറിയ അനിമേഷൻസും ഈ സെറ്റിങ്സൊക്കെ ഓൺ ആക്കിയിട്ട്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ, അങ്ങനത്തെ അനിമേഷൻസും കാര്യങ്ങളും ഒക്കെ ഭയങ്കര രസമാണ്. HyperOSനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. ഭയങ്കര ഫീച്ചർ ഹെവി ആയിട്ടുള്ളൊരു OS തന്നെയാണ് HyperOS. സോ പിന്നെ ഗൈസ് 5 years ഓഫ് OS അപ്ഡേറ്റ് ആണ് HyperOSൽ Xiaomi പ്രോമിസ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഷവമിയുടെ സമയമാകുമ്പോൾ അവർ കൊടുക്കും. അഗൈൻ OSനകത്തൊന്നും എനിക്കൊരു കുറ്റമില്ല. സോ ഹൗ ഇസ് ദ ഫോൺ? ഞാനിത് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ? എൻ്റെ വേർഡിക്റ്റ്, ഞാനിത് റെക്കമെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വെച്ചാൽ ആബ്സല്യൂട്ട്ലി യെസ്. കാരണം നിങ്ങൾക്ക് 55,000 രൂപ, ഇപ്പോൾ കാർഡ് ഓഫേഴ്സ് ഒക്കെ കഴിഞ്ഞ് 55,000 രൂപയ്ക്ക് കിട്ടുന്ന വാല്യൂ അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻ ക്ലാസ് ഡിസ്പ്ലേ, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ്, കിണ്ണം പെർഫോമൻസ്, അടിപൊളി സോഫ്റ്റ്വെയർ, പിന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റമാണ്. നോട്ട് ദ ബെസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. മേ ബി ഷവോമി അവരുടെ അപ്ഡേറ്റ്സിലൊക്കെ അത് ഫിക്സ് ചെയ്തെന്ന് വരാം. നിങ്ങൾ ക്യാമറാസ് ജസ്റ്റ് ഒരു കടയിൽ പോയി ട്രൈ ഔട്ട് ചെയ്യുക. ഭയങ്കര വലിയ കടയിലൊന്നും പോകാതിരിക്കുക. ചെറിയ കടയിൽ പോയി ട്രൈ ഔട്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ഫോണൊക്കെ ABC പോയി നിങ്ങൾക്ക് ഫോണൊക്കെ തന്നു വിടും. വലിയ കടയിൽ പോകാൻ ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ഭയങ്കര ഈവൻലി ലിറ്റായിരിക്കും. അവിടെ ഏത് ഊള ഫോൺ കൊണ്ടുപോയാലും ഭയങ്കര അടിപൊളിയായിട്ട് വരും. പിന്നെ ക്യാമറാസിൻ്റെ വേറൊരു കാര്യം, ഷവോമി 14 ആണെങ്കിൽ ലെൻസ് ഫോഗിങ് ഇഷ്യൂ ഒന്നുമില്ല. ഞാൻ കുറേ വട്ടം ട്രൈ ഔട്ടും ഒക്കെ ചെയ്ത് നോക്കി. അങ്ങനെ എൻ്റെ യൂണിറ്റിൻ്റെ ഇഷ്യൂ ഒന്നുമില്ല. ദ ഫോൺ ഇസ് ഹൈലി റെക്കമെൻഡഡ്. ക്യാമറ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കിയെല്ലാം എന്നെ വിശ്വസിക്കുക, ധൈര്യമായിട്ട് പിടിക്കുക. സോ ഗൈസ്, ഇറ്റ്സ് Sri here. Talk to you guys later. Subscribe.